നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ വന്നിട്ടില്ലേ, നമ്മളൊരു സുഹൃത്തിൻ്റെ സൈറ്റിൽ ഒരു ബാത്റൂം ടൈലൊട്ടിക്കാൻ പോയപ്പോൾ കംപ്ലീറ്റ് ബാത്റൂം ഇതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ചെയ്ത് കംപ്ലീറ്റ് അടർന്നു പോരാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അടർന്നു പോരുന്നതിൻ്റെ കാരണം നോക്കിയപ്പോൾ കംപ്ലീറ്റ് ഫ്ലോറിൽ പൗഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ വാട്ടർ പ്രൂഫ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു ലെയർ ഇങ്ങനെ പോരുന്നത് എന്നുള്ളതാണ് പണിക്കാരൻ നമ്മളെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ വാട്ടർ പ്രൂഫ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ചെയ്യണത് ആരായിക്കോട്ടെ, ആ ചെയ്യുന്ന രീതി കറക്റ്റ് അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ പോരും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. എനിക്കിപ്പോൾ കമ്പനീൻ്റെ ടീമിനെ വിളിച്ചിട്ട് അതിൻ്റെ മിക്സിങ് കാര്യങ്ങൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട ചെയ്യാം. മറ്റെന്താണെന്നറിയോ, ഇത്രയും വില കൊടുത്ത് മേടിച്ചിട്ട് ലേബറൊക്കെ കൊടുത്തിട്ട് ഇത് ചെയ്യുമ്പോൾ പിന്നീട് ടൈൽ ഒട്ടിക്കുന്ന ടൈമിൽ ഇതുപോലെ ഇങ്ങനെ പൊളിഞ്ഞു പോരുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കൂടെ ഒന്നും ടൈല് ഒട്ടിച്ചിട്ട് കാര്യമില്ല, നിൽക്കൂല, ടൈലൊക്കെ പൊളിഞ്ഞു പോരും. അപ്പോൾ നമ്മളൊക്കെ പോകുമ്പോൾ കൂടുതലും വാട്ടർ പ്രൂഫ് ചെയ്ത ഏരിയകൾ നല്ല ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ടൈൽ ഒട്ടിക്കുള്ളൂ. അപ്പോൾ ഈ ടൈലിൻ്റെ അവസ്ഥ ഇതേമാതിരി തന്നെയാണ്. പൗഡറുള്ള ടൈല് നമ്മൾ ഗമ്മിൽ ഒട്ടിച്ച ഒരു പക്ഷേ കാലക്രമേണ ഇതേപോലെ പൊളിഞ്ഞു പോരും. അത് കമ്പനി പറയുന്നുണ്ട്. അത് നമ്മൾ ഇതേമാതിരി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ട് ടൈലൊക്കെ കഴുകി ഒട്ടിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് മെസ്സേജ് വരും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയാണ് ഞങ്ങൾ 20 കൊല്ലം മുന്നോട്ടിച്ചാണ്, 10 കൊല്ലം മുന്നോട്ടിച്ച് ഇതുവരെ പോകുന്നിട്ടില്ല. അവരെന്തോ പറഞ്ഞോട്ടെ, നമ്മൾ ചെയ്യേണ്ട രീതിയിൽ നല്ല രീതിയിൽ വൃത്തിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ചെയ്തിട്ട് പോരുകയെന്നുണ്ടെങ്കിൽ കമ്പനീനെ സമീപിച്ച് അത് ചെക്ക് ചെയ്യും. അത് നമ്മളെ അടുത്ത് ഒരു റോങ്ങും ഇല്ല, ചെയ്യുന്ന ആളെടുത്ത് ഒരു റോങ്ങും ഇല്ല. അത് കമ്പനീൻ്റെ പ്രശ്നമാണ്. കമ്പനി കംപ്ലീറ്റ് ചിലവ് വഹിച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരും. മറിച്ച് നമ്മൾ ചെയ്യുന്ന ആളുകളെ അടുത്താണ് ഇതിൻ്റെ അപാകതകൾ എങ്കിൽ ലാസ്റ്റ് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കേണ്ട രീതിയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വാട്ടർ പ്രൂഫ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ 2 അടി ഹൈറ്റ് ചെയ്താൽ മതി, അത്രേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. കൂടുതൽ ചെയ്തിട്ട് ഇതേമാതിരിയൊക്കെ പൊളിഞ്ഞു പോരുന്ന അവസ്ഥയാണ്. മേലെന്നൊക്കെ ടൈല് പൊളിഞ്ഞു പോകാൻ നേരെ നമ്മളെ തലയിലേക്കാവും വീഴുക. അങ്ങനെ വീണാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഗ്ലാസ് മാതിരിയാണ് ടൈലൊക്കെ ഉണ്ടാകുക, വലിയ അപകടമാവും. 2 അടി ഹൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അങ്ങനെ പൊളിഞ്ഞു പോകുന്നത് നമുക്ക് കണ്ട നേരെ പറിച്ചെടുത്തിട്ട് മറ്റെന്തെങ്കിലും പശയിലാണ്ട് വെച്ചു കൊടുക്കുക. മേലെന്നൊക്കെ പോരുന്നത് വലിയ റിസ്ക് ആയിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊരു അറിവിന് വേണ്ടി വിട്ടതാണ്. ഓക്കേ.